ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന് നാരായണീയത്തിൽ ദശകം 14 കപിലാവതാരം പാരായണം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 4, 5, 6. സ്തുവതി പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീഃ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭുഃ. സ്തുവതി പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീഃ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭുഃ. ഗുരുവായൂരപ്പ, അങ്ങയുടെ ദർശനം ലഭിച്ച കർദമൻ അങ്ങയെ സ്തുതിച്ചു ആനന്ദാതിരേകത്താൽ പുളകിതഗാത്രനായി നിന്നു. അപ്പോൾ കർദമന് അങ്ങയുടെ അനുഗ്രഹം ലഭിച്ചു. ആ അനുഗ്രഹത്തിൻ്റെ ഫലമായി മനുപുത്രിയായ ദേവഹൂതിയെ ഭാര്യയായി ലഭിച്ചു. ആ ഭാര്യയിൽ അദ്ദേഹത്തിന് 9 പുത്രിമാരും 1 പുത്രനും പിറന്നു. പുത്രനായ കപിലൻ ഭഗവത് അംശമായ മഹത് വ്യക്തിയായിരുന്നു. അന്ത്യകാലത്ത് മോക്ഷവും അരുളി ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് അപ്രത്യക്ഷനാകുകയും ചെയ്തു. ശ്ലോകം 5. സമനുഷദരൂപയാ മഗക്ഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവത് ഈരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. സമനുഷദരൂപയാ മഗക്ഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവത് ഈരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. ഗുരുവായൂരപ്പ, അങ്ങയാൽ പ്രേരിതനായ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ആ സ്വയംഭൂ മനു തൻ്റെ പട്ടമഹർഷിയായ ശതരൂപയോടും ഗുണവതിയായ ദേവഹൂതി എന്ന പുത്രിയോടും കൂടി തങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമൻ്റെ സമീപം എത്തിച്ചേർന്നു. സ്വയംഭൂ മനുവിന് ശതരൂപയിൽ 3 പുത്രിമാരുണ്ടായി. ആകൂതി, ദേവഹൂതി, പ്രസൂതി. അതിൽ ആകൂതിയെ രുജനും ദേവഹൂതിയെ കർദമനും പ്രസൂതിയെ ദക്ഷ പ്രജാപതിയും വിവാഹം ചെയ്തു. ശ്ലോകം 6. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നം അവാപ്യ കർദമോപ്സൗ ഭവത് അർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നം അവാപ്യ കർദമോസൗ ഭവത് അർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. ഭഗവത് ഇച്ഛ അനുസരിച്ച് സ്വയംഭൂ മനു
സന്തോഷത്തോടെ നൽകിയ ദേവഹൂതി എന്ന സ്ത്രീരത്നത്തെ കൈക്കൊണ്ടു. അങ്ങയെ ആരാധിക്കുന്നതിൽ മാത്രം നിർവൃതനാണെങ്കിലും യാതൊരു വീഴ്ചയും കൂടാതെ തന്നെ പരിചരിക്കുന്ന അവളിൽ സംപ്രീതനായി. ഭർത്താവിൻ്റെ പരിചരണമാണ് ഭർത്തൃപ്രീതിക്കുള്ള ഉത്തമ മാർഗമെന്ന തത്വം പത്നി ദേവഹൂതി അറിഞ്ഞിരുന്നു. ഭർത്താവിൻ്റെ പ്രീതിയും സ്നേഹവും ദാമ്പത്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. പതിപ്രീതിയാണ് പത്നിക്ക് നിർവൃതിയും. പത്നീവ്രതം മുടങ്ങാതെ അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി കർദമൻ പത്നിയായ ദേവഹൂതിയിൽ പ്രസന്നനായി തീർന്നു. നമസ്തേ. ശ്ലോകം 7, 8, 9, 10 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.